നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷേമ പെൻഷൻ വിതരണം അനാവശ്യമായി വൈകിപ്പിക്കുന്നെന്നാരോപിച്ച് കണ്ണൂരിൽ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കണ്ണൂർ ചിറക്കലിൽ അബദ്ധത്തിൽ കുഴിയിൽ വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിക്ക് രക്ഷകനായി വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് രഞ്ജിത്ത് പി. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനൊപ്പം മലബാറിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് തൊക്കിലങ്ങാടിയിൽ കൂത്തുപറമ്പ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്നദാനം തുടങ്ങി. വാർത്തകൾ വിശദമായി. ക്ഷേമ പെൻഷൻ വിതരണം അനാവശ്യമായി വൈകിപ്പിക്കുന്നെന്നാരോപിച്ച് കണ്ണൂരിൽ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സർക്കാർ പെൻഷൻ അനുവദിച്ചിട്ടും CPM നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾ വിതരണം ചെയ്യുന്നില്ലെന്ന ആക്ഷേപം. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ പ്രസിഡന്റ് വിജിൽ മോഹനൻ നേതൃത്വം നൽകി. ബക്രീദിന് മുൻപ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ അനുവദിച്ചിട്ടും പല സഹകരണ ബാങ്കുകളിലും അത് പിടിച്ചുവച്ചിരിക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. CPM നിയന്ത്രണത്തിലുള്ള ചില സഹകരണ ബാങ്കുകളിലാണ് മനഃപൂർവ്വം കാലതാമസം ഉണ്ടാക്കിയതെന്നും സർക്കാരിന്റെ പിടിപ്പുകൾ കൊണ്ടാണ് പെൻഷൻ വിതരണം വൈകുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇത് നടത്തിയതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പോലും പെൻഷൻ കൊടുത്ത ബാങ്കുകൾ അതിന് വേണ്ടി തയ്യാറെടുത്ത ആളുകളുണ്ട്. ഞാൻ കാണിച്ചു തരാം, അങ്ങനെയുള്ള ബാങ്കുകൾ ഞാൻ കാണിച്ചു തരാം. CPM അധീനതയിലുള്ള ബാങ്കുകളിൽ ഇന്ന് പോലും ഇന്ന് ഞങ്ങളുടെ ഇവരിപ്പോ പറയുന്നത് ഇപ്പം വിതരണം ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പൊ ഞങ്ങളിവിടെ വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ അവിടെ വിളിച്ചന്വേഷിച്ചു. മുഴുവൻ പെൻഷൻ വിതരണവും അടിയന്തരമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജോയിന്റ് രജിസ്ട്രാർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ, MK വരുൺ, അൻഫീർ ചാലാട്, പ്രകീർത്ത് മുണ്ടേരി, T നിവേദ്, അതുൽ നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതിയ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം കടന്നു വരുന്ന ഒരു ആഘോഷം എന്നുള്ള നിലക്ക് പെരുന്നാളിന് മുമ്പ് കേരളത്തിലെ ക്ഷേമ പെൻഷനുകളുടെ വിതരണം പൂർത്തിയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് കേരള ഗവൺമെന്റ് 25-ാം തീയതി കേരളത്തിൽ പെൻഷൻ അനുവദിക്കണം എന്നുള്ള സർക്കുലർ കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് കൃത്യമായി പെൻഷൻ 25-ാം തീയതി അനുവദിക്കണം എന്നുള്ള സർക്കുലർ പുറപ്പെടുവിച്ചത്. പക്ഷേ കണ്ണൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും CPIMന്റെ അധീനതയിലുള്ള ബാങ്കുകളിൽ, സഹകരണ ബാങ്കുകളിൽ, ധനകാര്യ സ്ഥാപനങ്ങളിൽ പെൻഷൻ വിതരണം മനഃപൂർവ്വം മുടക്കിക്കിടക്കുന്ന ഒരു സാഹചര്യം. സർക്കാർ പെൻഷൻ അനുവദിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ കള്ളപ്രചരണം നടത്തുന്നതിന് വേണ്ടി 25-ാം തീയതി അനുവദിച്ച പെൻഷൻ 25-നോ 26-നോ വിതരണം ചെയ്യാതെ 27-നും 28-നും പൊതു അവധിയാണ്, സ്വാഭാവികമായും ആ 2 ദിവസങ്ങളിൽ വിതരണം ചെയ്യേണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ പെൻഷൻ വിതരണം മുടക്കുകയും അതേ ധനകാര്യ സ്ഥാപനങ്ങളിലെ പാർട്ടിക്കാരായ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാർ പെരുന്നാളിന് പെൻഷൻ മുടക്കിയ സർക്കാർ എന്നുള്ള രീതിയിൽ കള്ളപ്രചരണം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി, CPMന്റെ സൈബർ ഹാൻഡിലുകൾ വഴി അവർ കള്ളപ്രചരണം നടത്തിയ ആ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ജോയിന്റ് രജിസ്ട്രാറെ ഇവിടെ കാണുന്നതിന് വേണ്ടിയും ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുമാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത്. കണ്ണൂർ ചിറക്കലിൽ അബദ്ധത്തിൽ കുഴിയിൽ വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിക്ക് രക്ഷകനായി വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് രഞ്ജിത്ത് പി. രാത്രി 7 മണിയോടെ ചിറക്കൽ പഞ്ചായത്തിലെ പുതിയതെരു സ്റ്റൈലോ കോർണറിനു സമീപമാണ് സംഭവം. രാത്രി 7 മണിയോടെ ചിറക്കൽ പഞ്ചായത്തിലെ പുതിയതെരു സ്റ്റൈലോ കോർണറിന് സമീപമാണ് സംഭവം. തമിഴ്നാട് സ്വദേശിയായ മാരിമുത്തു എന്നയാൾ നടന്നു പോകുന്നതിനിടയിൽ അബദ്ധത്തിൽ 5 അടിയോളം താഴ്ചയുള്ള കുഴിയിലേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ ഇയാളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചോര വാർന്ന് അബദ്ധാവസ്ഥയിലാവുകയും ചെയ്തു. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് പി. രഞ്ജിത്ത് ഒട്ടും സമയം കളയാതെ ഉടനടി ഇയാൾക്ക് ആവശ്യമായ പ്രഥമ ശുശ്രൂഷ നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് വാഹനത്തിന്റെ സഹായത്തോടെ, നാട്ടുകാരുടെ സഹായത്തോടെ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. രഞ്ജിത്തിന്റെ സംയോജിതമായ ഇടപെടലാണ് മാരിമുത്തുവിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായമായത്. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനൊപ്പം മലബാറിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യമന്ത്രിയായതിനു ശേഷം അനുഗ്രഹം തേടി മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളിയുടെ ചോമ്പാലിലെ വസതി സന്ദർശിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മാർഗനിർദ്ദേശങ്ങൾ തന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മുതൽക്കൂട്ടാവുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് മുഖ്യമന്ത്രി മുല്ലപ്പള്ളി സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയത്. വൈകിട്ട് 5 മുതൽ മുല്ലപ്പള്ളിയുടെ
മുക്കാലി ടൗണിലെ വസതിക്ക് ചുറ്റും ജനക്കൂട്ടമായിരുന്നു. മുദ്രാവാക്യങ്ങളും ആർപ്പുവിളികളുമായാണ് ജനക്കൂട്ടം മുഖ്യമന്ത്രിയെ വരവേറ്റത്. ഏറെ പണിപ്പെട്ടാണ് മുഖ്യമന്ത്രി മുല്ലപ്പള്ളിയുടെ വസതിയിലെത്തിയത്. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ MLA, അഡ്വക്കേറ്റ് ഐ മൂസ, PK ഹബീബ്, സുനിൽ മടപ്പള്ളി, P ബാബുരാജ്, അച്യുതൻ പുതിയടത്ത്, പ്രദീപ് ചോമ്പാല, UA റഹീം, KM ചന്ദ്രൻ, ET അയൂബ്, PP ഇസ്മയിൽ തുടങ്ങിയവരും ഇവിടെ എത്തിയിരുന്നു. പ്രോസിക്യൂഷൻ ജനറൽ അഡ്വക്കേറ്റ് T ആസിഫ് അലിയും മുല്ലപ്പള്ളിയെ സന്ദർശിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് തൊക്കിലങ്ങാടിയിൽ കൂത്തുപറമ്പ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്നദാനം തുടങ്ങി. C സദാനന്ദൻ മാസ്റ്റർ MP ഉദ്ഘാടനം നിർവഹിച്ചു. അന്നദാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം C സദാനന്ദൻ മാസ്റ്റർ MP നിർവഹിച്ചു. എന്ന മഹത്തായ കർമ്മത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാര്യകർത്തൃ സഹോദരങ്ങൾ, കർമ്മധീരന്മാർ, 10,000-കണക്കിന് സേവാ സംരംഭങ്ങൾ നാടെമ്പാടും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാലയങ്ങൾ, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ, ഭവന നിർമ്മാണ പദ്ധതി, തൊഴിൽദാന പരിപാടി, തൊഴിൽ പരിശീലന പദ്ധതികൾ, കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്താനുള്ള പദ്ധതികൾ. ഒരു ഭരണകൂട സംവിധാനം എങ്ങനെയാണോ ജനക്ഷേമകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്, അതുപോലെ അതിന് സമാന്തരമായും സേവാഭാരതി ഭാരതമെമ്പാടും വിദേശങ്ങളിലും ജനസേവനത്തിന് വേണ്ടി അനേകം കാര്യക്രമങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് സംരംഭങ്ങളിലൊന്നാണ് ഈ അന്നദാന പരിപാടി. കൂത്തുപറമ്പ് നഗരസഭ 4ാം വാർഡ് കൗൺസിലർ K രമിത അധ്യക്ഷയായി. RSS ഉത്തര കേരള പ്രാന്ത കാര്യകാരി സദസ്യൻ V ശശിധരൻ സേവാ സന്ദേശം നൽകി. സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി M രാജീവൻ, RSS കൂത്തുപറമ്പ് ഗണ്ട് സംഘചാലക് M അശോകൻ, സേവാഭാരതി വിഭാഗ് സംഘടനാ സെക്രട്ടറി T സുബീഷ്, N സൂരജ്, അഡ്വക്കേറ്റ് രാജേഷ് ഖന്ന, C ഗംഗാധര മാസ്റ്റർ, പ്രിഷ സുഹാസ്, K സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മെയ് 29 മുതൽ ജൂൺ 20 വരെയാണ് രാവിലെ പ്രഭാതവർഷവും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനവും തീർത്ഥാടകർക്ക് നൽകുക. അന്നദാന കേന്ദ്രത്തിൽ ശുചിമുറി സൗകര്യവും വിശ്രമ കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട്. ഇത് 4ാം വർഷമാണ് തീർത്ഥാടകർക്ക് അന്നദാനം നൽകുന്നത്. കണ്ണൂരിൽ റോഡരികിൽ നിൽക്കുകയായിരുന്ന കുടുംബത്തിന്റെ ഇടയിലേക്ക് മിനി ലോറി ഇടിച്ചു കയറി മരിച്ച 4 വയസ്സുകാരിക്ക് കണ്ണീരിൽ കുതിർന്ന വിട. 4 വയസ്സുകാരി തഷ്രിഫയാണ് മരിച്ചത്. മാതാപിതാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ രാത്രി 8:20 പാവന്നൂർ കടവിലായിരുന്നു നാടിനെ നടുക്കിയ ദാരുണാപകടം. പാവന്നൂർ കടവ് എടത്തലേക്കണ്ടി ഹൗസിൽ PK സാജിദിന്റെയും IK മൈമൂനത്തിന്റെയും മകൾ 4 വയസ്സുകാരി തഷ്രീഫയാണ് മരിച്ചത്. അപകടത്തിൽ സാജിദിനെയും IK മൈമൂനത്തിനെയും ഗുരുതരമായ പരിക്കിലൂടെ കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂട്ടർ നിർത്തി റോഡരികിൽ നിൽക്കുകയായിരുന്ന പാവന്നൂർ ALP സ്കൂൾ ഭാഗത്തു നിന്ന് ഓടിച്ചു വന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു. ഇവരെ ഉടൻ തന്നെ ശ്രീചന്ദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരണപ്പെടുകയായിരുന്നു. ഡയപ്പറും നാപ്കിൻ ഉൾപ്പെടെ സാനിറ്ററി മാലിന്യം സംസ്കരിക്കാൻ നഗരസഭാ പരിധിയിലുള്ളവർക്ക് ഇനി ബുദ്ധിമുട്ടേണ്ട. ഇതിനായി സുസ്ഥിര മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന ആക്രി ആപ്പുമായി സഹകരിച്ച് നഗരസഭയുടെ പ്രവർത്തനം തുടങ്ങി. ആക്രി വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ആക്രി വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ നിർവഹിച്ചു. മാലിന്യമുക്ത തലശ്ശേരിക്കായി നഗരസഭയും ആക്രി ആപ്പും കൈകോർത്ത് നാളിതുവരെ നേരിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ പറഞ്ഞു. മിഷന്റെ ഭാഗമായി കേരളത്തിലെ മാലിന്യമുക്ത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വർഷങ്ങളായി കേരള ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരംഭിച്ചു. പക്ഷെ പൂർണ്ണമല്ല. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ആക്രി വേസ്റ്റ് എന്ന് പറഞ്ഞ സംവിധാനത്തിൻ്റെ കമ്പനി ഇതിനിപ്പം നമ്മളുമായിട്ട് എഗ്രിമെൻ്റ് ചെയ്തിട്ടുള്ളത്. തലശ്ശേരി നഗരസഭയുടെ ശുചിത്വമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ഡയഫ്രം പ്രശ്നം മുഖ്യ പ്രശ്നം തലശ്ശേരി നഗരസഭ. നമ്മൾ സ്വന്തമായൊരു യൂണിറ്റ് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു സംവിധാനം ഉണ്ട് എന്നുള്ളത്. തീർച്ചയായും തലശ്ശേരി നഗരസഭയുടെ ഇതുപോലുള്ള
ശുചിത്വത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് സഹായകരമായ ഒരു സംവിധാനമാണ് ഈ മൊബൈൽ ആക്രി സ്കൂൾ എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് നഗരസഭയെ സംബന്ധിച്ചോളം തലശ്ശേരിയുടെ ശുചിത്വ പ്രവർത്തനത്തിന് കുറച്ചും കൂടി ആക്കം കൂട്ടുന്നൊരു പ്രവൃത്തിയാണ് ഇതിൽ. അതുകൊണ്ട് ഇതിനെ സ്വാഗതം ചെയ്യാണ്. ഇതിൻ്റെ ഈ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഈ തലശ്ശേരി നഗരസഭക്കകത്ത് പ്രാവർത്തികമാക്കേണ്ട ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഇത്തരം മാലിന്യങ്ങൾ ശേഖരിക്കാൻ ആക്രിയുടെ വാഹനം വീടുകളിൽ എത്തിക്കുമെന്ന് നഗരസഭാധികൃതർ അറിയിച്ചു. ആരോഗ്യ സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ COT ഷബീർ അധ്യക്ഷനായി. നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, ആക്രി ആപ്പ് മിഷനേഴ്സ് ഡെവലപ്മെന്റ് ഓഫീസർ ഷിഷിൻ, നഗരസഭാ സിറ്റി ക്ലീൻ മാനേജർ സുരേഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽ വിലങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ പരിധിയിൽ 53 വാർഡുകളിലായി 26,564 വീടുകളുണ്ടെന്നാണ് കണക്ക്. മാലിന്യം നൽകുന്നതിന് ആക്രി ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം. ബയോമെഡിക്കൽ വിഭാഗത്തിലാണ് ബുക്ക് ചെയ്യേണ്ടത്. ബുക്കിംഗ് തീയതികളിൽ മാലിന്യം ശേഖരിക്കുന്നതിന് ആളുകൾ വീടുകളിലെത്തും. മാലിന്യം എടുക്കുമ്പോൾ തൂക്കത്തിനനുസരിച്ച് പ്രത്യേക നിരക്കും നൽകണം. ഇങ്ങനെ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എറണാകുളം അമ്പലമുക്കിലുള്ള KEEL സെന്ററിലാണ് എത്തിക്കുക. നിലവിൽ പട്ടാമ്പി ഷൊർണൂർ നഗരസഭാ പരിധിയിൽ ആക്രി ആപ്പിന്റെ നേതൃത്വത്തിൽ മാലിന്യ ശേഖരണം നടത്തുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 0490-233-626, 9447-227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം.
ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8138061188, 9656813834, 8590312944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. തറവാട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ആൻഡ് ട്രസ്റ്റിന്റെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നു. ശിലാസ്ഥാപനം മെയ് 31 നടക്കും. രാവിലെ 10 പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ശിലാസ്ഥാപനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളിതുവരെയായി 177 അമ്മമാർക്കും സഹോദരിമാർക്കും അഭയം നൽകുകയും അതിൽ 75 പേരെ സ്വന്തം കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാനും സാധിച്ചിട്ടുണ്ടെന്നും സംഘാടക സമിതി ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ 31-ാം തീയതി തറവാട് സമുച്ചയം, അതായത് മുഴപ്പിലങ്ങാട് സ്ഥിതി ചെയ്യുന്ന സമുച്ചയത്തിൻ്റെ പുതിയൊരു CDC ബിൽഡിംഗ് കെട്ടിടത്തിൻ്റെ ഒരു ശിലാസ്ഥാപന കർമ്മം രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും സ്ഥലം MLA-യുമായ സഖാവ് പിണറായി വിജയൻ അവർ നിർവഹിക്കുന്നതാണ്. അതിൽ 2-3 പ്രമുഖ വ്യക്തിത്വങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഒരുപറ്റം പ്രമുഖ വ്യക്തികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, ഡെപ്യൂട്ടി മേയർ എന്നിവരൊക്കെ രാവിലത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമ്മളിവിടെ പ്രസ് റിലീസ് എല്ലാവർക്കും തരുന്നുണ്ട്. അതിൽ ഉദ്ഘാടനത്തിൻ്റെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എല്ലാം വിവരിച്ച് തരുന്നതാണ്. 2009 ചെറിയൊരു കെട്ടിടത്തിൽ ചെറുങ്ങനെ തുടങ്ങി വെച്ച ഈ തറവാട് സ്നേഹഭവനം എന്ന ചാരിറ്റി, നന്മ ട്രസ്റ്റിൻ്റെ ഉള്ള ചാരിറ്റി 9 കഴിഞ്ഞ്
2019 ആകുമ്പോഴേക്കും 10 കൊല്ലത്തിനകം അവിടെ CDC ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എന്ന ഒരു സ്ഥാപനം അംഗവൈകല്യമുള്ള ഡിഫറൻഷ്യലി ഏബിൾഡ് എന്ന് പറയാൻ പോലും പാടില്ല എന്നാണ്. പ്രത്യേകിച്ച് ഡിഫറൻഷ്യലി ഏബിൾഡ് ആണ്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ 9ലും അതേ കൊല്ലം തന്നെ മാർച്ചിലാണ് ഇത് തുടങ്ങിയത്. നവംബറിൽ അവിടെ ഡയാലിസിസ് സെന്ററും തുടങ്ങുകയുണ്ടായി. മുഴപ്പിലങ്ങാട് ജവാൻ റോഡിൽ വിവിധ സേവനങ്ങളുമായി തലയുയർത്തി നിൽക്കുകയാണ് ഈ സംഘടന. 2009 സെപ്റ്റംബറിൽ മുഴപ്പിലങ്ങാട് ബീച്ച് പരിസരത്ത് ഒരു വാടക കെട്ടിടത്തിൽ 5 അന്തേവാസികളുമായാണ് തറവാട് ആരംഭിച്ചത്. ഇന്ന് 2 ബ്ലോക്കുകളിലായി 6 നിലകളിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത്. 2019 മാർച്ചിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി വിവിധ തെറാപ്പികൾ ഉൾക്കൊള്ളുന്ന സെന്ററും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ 200ഓളം കുട്ടികളെ വിവിധ തെറാപ്പികളിലൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സെന്റർ സാധിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ പുതിയ കെട്ടിടം, അതോടൊപ്പം തന്നെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു ആസ്ഥാനം എന്നതിലും കൂടിയാണ്. കാരണം നമുക്കിപ്പോൾ മുഴപ്പിലങ്ങാട് കൂടാതെ തലശ്ശേരിയിലെ സ്ഥാപനങ്ങളുണ്ട്, ഇരിട്ടിയിലെ സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് ഒരു കേന്ദ്രീകൃത സെന്റർ ആവശ്യമുള്ളത് കൊണ്ടാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു ആസ്ഥാനം അവിടെ ഇതിനോടൊപ്പം. അതോടൊപ്പം തന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന് വളരെ പരിമിതമായി ഇപ്പം നിലവിൽ 75ഓളം കുട്ടികൾക്ക് മാത്രമേ ഈ പറയുന്ന വിവിധ സേവനങ്ങൾ നൽകാൻ സാധിക്കുന്നുള്ളൂ. ഒരുപാട് തെറാപ്പികൾ, അതിനുള്ള നല്ല സജ്ജീകരണങ്ങളൊക്കെ ആവശ്യമുള്ള ഒരു ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങൾ കൂടിയ കെട്ടിടത്തിലാണ് ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 31-ന് രാവിലെ 10 മണിക്ക് തറക്കല്ലിടാൻ 40,000-ൽ പരം ഡയാലിസിസുകൾ സൗജന്യമായി നൽകിയിട്ടുണ്ട്. ഇതുവഴി 108 പേർക്ക് നല്ലൊരു ജീവിതം നൽകാൻ സാധിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. സെന്ററിന്റെ 7ാം വാർഷികാഘോഷിക്കുന്ന വേളയിലാണ് പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടലും വനിതാ സംഗമവും സംഘടിപ്പിക്കുന്നത്. ഹൃദയപൂർവ്വം തറവാടിലേക്ക് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തറക്കല്ലിടൽ കർമ്മം പ്രതിപക്ഷ നേതാവും സ്ഥലം MLA-യുമായ പിണറായി വിജയൻ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഖാദർ പനക്കാട്, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MP നാസർ, ട്രസ്റ്റ് ഫൗണ്ടർ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ്, മുഴപ്പിലങ്ങാട് തറവാട് പ്രസിഡന്റ് ഫസൽ ബാത്തില, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ TM ഹാരിസ്, അബ്ദുൽ അസീസ് നാലുപുരയിൽ, ആസാദ് മാളിയക്കൽ എന്നിവരും പങ്കെടുത്തു. പ്രഭാഷകനും എഴുത്തുകാരനുമായ സന്തോഷ് ഇല്ലോളിലിന്റെ ഏറ്റവും പുതിയ നോവൽ പപ്പൻ വള്ളിക്കാട് അനുസ്മരണ സമ്മേളനം മെയ് 30-ന് ചെറുവാഞ്ചേരിയിൽ പ്രകാശനം ചെയ്യും. 3 പതിറ്റാണ്ട് മുൻപ് ജീവിച്ച നാടകകൃത്ത് ചെറുവാഞ്ചേരിയിലെ പപ്പൻ വള്ളിക്കാടിന്റെ ജീവിതകഥ പറയുന്ന നോവലാണിതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുവാഞ്ചേരി UP സ്കൂളിൽ ശനിയാഴ്ച വൈകിട്ട് 3-നാണ് പ്രകാശന ചടങ്ങ് നടക്കുക. 3 പതിറ്റാണ്ട് മുൻപ് മൺമറഞ്ഞ നാടകകൃത്തും കവിയും ചിത്രകാരനുമായിരുന്ന പപ്പൻ വള്ളിക്കാടിന്റെ സാഹിത്യ സഞ്ചാരം അടയാളപ്പെടുത്തി പ്രഭാഷകനും ചിന്തകനുമായ സന്തോഷ് ഇല്ലോളിൽ രചിച്ച പപ്പൻ വള്ളിക്കാട് അനുസ്മരണ സമ്മേളനം എന്ന ഗവേഷണ നോവൽ ശനിയാഴ്ച വൈകിട്ട് 3-ന് ചെറുവാഞ്ചേരി UP സ്കൂളിൽ പ്രകാശനം ചെയ്യും. 50 വർഷം മുന്നേയുള്ള രചനകളുടെ കയ്യെഴുത്ത് പ്രതികൾ നാമാവശേഷമായിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള നാടക പ്രവർത്തകരിൽ നിന്നും ശേഖരിച്ചുകൊണ്ട് വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് നോവലിസ്റ്റ് നോവൽ തയ്യാറാക്കിയത്. ആരാന്റെ ഹക്കിൽ 1000 കണ്ണ്, കാട്ടുകടന്നൽ, വന്ദേമാതരം ഉൾപ്പെടെയുള്ള പ്രശസ്തമായ നാടകങ്ങളുടെ രചയിതാവാണ് പപ്പൻ വള്ളക്കാട്. കാളവണ്ടി, കറവറ്റ പശു തുടങ്ങിയ ശ്രദ്ധേയ ഗാനങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. എന്നാൽ രചനകൾ സ്വന്തമായി സൂക്ഷിക്കുന്ന പതിവില്ലാത്തതിനാൽ എല്ലാം നശിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സന്തോഷ് ഇല്ലോളിൽ 3 വർഷമെടുത്ത് ഗവേഷണം നടത്തി പുസ്തകം തയ്യാറാക്കിയത്. മലയാള നാടകരംഗത്തെ കേരളത്തിലെ അറിയപ്പെടുന്ന നാടകരചയിതാവ്, കവി, സ്പോർട്സ്മാൻ, ചിത്രകാരൻ എന്ന നിലയിലൊക്കെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ആളാണ് ശ്രീ പപ്പൻ വള്ളിക്കാട്. വള്ളിക്കാടാണ് ജനനമെങ്കിലും അദ്ദേഹത്തിന്റെ വലിയൊരു ജീവിത കാലഘട്ടം ചെറുവാഞ്ചേരിയിലെ സാമൂഹ്യ, സാംസ്കാരിക, കലാമേഖലകളുമായിട്ട് ബന്ധപ്പെട്ടാണ് കടന്നുപോയിട്ടുള്ളത്. മലയാള നാടകരംഗത്ത് വളരെയേറെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള കാട്ടുകടന്നൽ എന്ന നാടകം കേരളത്തിനകത്തും പുറത്തും നാടകരംഗം ഏറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു നാടകമാണ്. P. ഗോവിന്ദപിള്ള വിവർത്തനം ചെയ്തിട്ടുള്ള കാട്ടുകടന്നൽ. പപ്പൻ വള്ളിക്കാട് അനുസ്മരണ സമ്മേളനം എന്ന പേരിൽ ഒരു നോവൽ നാളെ ചെറുവാഞ്ചേരി UP സ്കൂളിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. പ്രശസ്ത പിന്നണി ഗായകനായിട്ടുള്ള VT മുരളിയാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നത്. നാടക സംവിധായകൻ ജിനോ ജോസഫ് പുസ്തകം ഏറ്റുവാങ്ങുകയും കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനായിട്ടുള്ള
VK സുരേഷ് ബാബു പുസ്തക പ്രകാശനം നടത്തുകയും ചെയ്യും. ഈ സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിന്റെ ബഹുമാന്യനായ MLA PK പ്രവീണാണ്. ആ രീതിയിൽ നാളെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ KK പവിത്രൻ അധ്യക്ഷനാകും. ചലച്ചിത്ര പിന്നണി ഗായകൻ VT മുരളി നോവൽ പ്രകാശന കർമ്മം നിർവഹിക്കും. നാടക സംവിധായകൻ ജിനോ ജോസഫ് പുസ്തകം ഏറ്റുവാങ്ങും. പ്രഭാഷകൻ VK സുരേഷ് ബാബു പുസ്തക പരിചയം നടത്തും. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസ് അരുൾ, പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KK പവിത്രൻ, കൺവീനർ പന്ന്യോടൻ ചന്ദ്രൻ, P സുരേന്ദ്രൻ, K സുരേഷ് കുമാർ, ഡോക്ടർ KM ചന്ദ്രൻ, നോവലിസ്റ്റ് സന്തോഷ് ലോളിൽ എന്നിവർ പങ്കെടുത്തു. പാനൂർ നഗരസഭ 10ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാർഡിലെ മുഴുവൻ കുടുംബങ്ങളെയും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു. പദ്ധതിയുടെ 1ാം ഘട്ട പരിപാടി തിരുവാൾ UP സ്കൂളിൽ നടന്നു. 10ാം വാർഡ് കൗൺസിലർ ജസിത സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം മുന്നേ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷെ അന്നേരം ഇങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇപ്പം നടപ്പിലാക്കുന്നില്ല, പുതുതായി ചേർക്കുന്നില്ല. പഴയതുള്ളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംരംഭം, ഒരു കാര്യം ചെയ്യണമെന്ന് മുന്നേ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേങ്കിൽ ഇതുവരെ മുന്നോട്ട് പിന്നെ അതങ്ങ് വിട്ട്. അപ്പോൾ ഈ ലിമിനേഷൻ്റെ ഒരു ഇത് പാലിച്ച് എന്തായാലും നമ്മളെ വാർഡിൽ കുറേ ആൾക്കാർ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത വാർഡ് വികസന സമിതി കൺവീനർ M രത്നാകരൻ അധ്യക്ഷനായി. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ഇൻഷുറൻസ് വിഭാഗം ഓഫീസർ C ആകാശ് പദ്ധതി വിശദീകരണം നടത്തി. വാർഡിലെ 50 കുടുംബങ്ങളെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർത്തു. ഒരാൾക്ക് 756 രൂപയാണ് പോളിസി പ്രീമിയം. 2 ലക്ഷത്തിന് മുകളിൽ 15 ലക്ഷം വരെയുള്ള ആശുപത്രി ചെലവുകൾക്കാണ് ക്ലെയിം ലഭിക്കുക. K പ്രകാശൻ, K സുരേന്ദ്രൻ, T രൂപേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് 30-31 തീയതികളിലായി മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ സബ് ജൂനിയർ, ജൂനിയർ ആൻഡ് സീനിയർ വിഭാഗങ്ങളിലായി 262 പെൺകുട്ടികളും 314 ആൺകുട്ടികളും 1249 ഇനങ്ങളിലായി മാറ്റുരയ്ക്കും. 68ാമത്തെ കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിന്നിപ്പോൾ ഇവിടെ ഈ പത്രസമ്മേളനം വിളിക്കുന്നത്. അടുത്ത നാളെയും മറ്റന്നാളുമായി 2026 മെയ് 30-31 തീയതികളിൽ മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് 68ാമത് കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുകയാണ്. അഡ്വക്കേറ്റ് പൂന്തറ സോണൽ നഗർ ഉൾക്കടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, leading CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. മനം പോലെ
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നാട്ടുവർത്താനം 85 ആഴ്ച പിന്നിട്ടു. ചക്കപ്പുഴുക്ക്, കാന്താരി ചമ്മന്തിയും ചേർത്ത് കഴിച്ച വയോജനങ്ങൾ തങ്ങളുടെ പഴയ ദുരിതകാലം ബാലവേദി കൂട്ടുകാരുമായി പങ്കുവച്ചു. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത് ചോയൻ മുഖ്യാതിഥിയായി. വാട്സപ്പ് മെമ്പേഴ്സ് ഉള്ള ഒരു വലിയ അനിൽ ജോസ് എന്ന് പറയുന്ന ഒരാള് കേരളം മുഴുവൻ ഇതാണ് അദ്ദേഹം ചക്കയുമായി ബന്ധപ്പെട്ടത്. ചക്ക ഒരിക്കലും അദ്ദേഹം പറയുന്നത് ഓടയിൽ കിടക്കേണ്ട സാധനമല്ല, ഏതെങ്കിലും തെരുവിൽ കൊണ്ടുപോയി വിൽക്കേണ്ട സാധനമല്ല, നാളെ എന്താണ് സ്വർണത്തെക്കാൾ വിലയുള്ള ഒരു സാധനമായിരിക്കും. അത്ര പ്രാധാന്യമുള്ള ഇതാണ്. ഇതിന്റെ രാസവസ്തു, ഇതിന്റെ ഉള്ളിലെ എല്ലാ കണ്ടന്റിനെ കുറിച്ചും കൃത്യമായി അതിന്റെ പ്രൊപ്പോർഷൻ മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുന്നു. മികച്ച വായനക്കാരിയായ കതിരൂരിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി പാർവതിയുടെ പിറന്നാൾ ബാലവേദി കൂട്ടുകാരുടെയും വയോജനങ്ങളുടെയും സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. വായനശാല ഭാരവാഹികളായ KK സനിൽകുമാർ, E രാജൻ, K വിമല, MM ശശികുമാർ എന്നിവർ നേതൃത്വം നൽകി. പരിപാടിക്കെത്തിയ മുഴുവൻ പേർക്കും വയോജനങ്ങൾ തയ്യാറാക്കിയ ചക്കയും ചമ്മന്തിയും നൽകി. ഒരേ സമയം വിരിഞ്ഞ അനന്തശയന പൂക്കൾ കൗതുകമായി. പള്ളൂർ ആശുപത്രിക്ക് മുൻവശത്തുള്ള റിത രാമദാസിന്റെ ഗംഗോത്രി എന്ന വീട്ടുമുറ്റത്താണ് അപൂർവ കൗതുക കാഴ്ചയായി അനന്തശയനം ചെടി പൂത്തുവിരിഞ്ഞത്. കൃഷ്ണതൊട്ടിലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരേ സമയം 25ഓളം പൂക്കൾ വിരിഞ്ഞതാണ് വീട്ടുകാരെയും നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തിയത്. സാധാരണയായി ഇടവിട്ട് പൂക്കുന്ന ഈ ഇനത്തിലുള്ള ചെടിയിൽ ഇത്രയും പൂക്കൾ ഒരേ സമയം വിരിയുന്നത് അപൂർവതയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. പൂക്കളുടെ മനോഹര രൂപവും ഒരുമിച്ചുള്ള വിരിവും കാണാൻ വേണ്ടി നിരവധി പേരാണ് ഗംഗോത്രി വീട്ടിൽ എത്തിയത്. മൊബൈൽ ഫോണുകളിൽ ചിത്രങ്ങളും വീഡിയോകളും പകർത്തി ആളുകൾ ഈ അപൂർവ കാഴ്ച സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണ്. വീട്ടുമുറ്റത്തെ പ്രകൃതി സൗന്ദര്യത്തിന് കൂടുതൽ മിഴിവേകിയ ഈ പൂക്കളെ നാട്ടുകാർ പ്രകൃതിയുടെ അത്ഭുത സമ്മാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രദേശത്തെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കൗതുകത്തോടെ എത്തി പൂക്കൾ കാണുന്ന കാഴ്ചയും ശ്രദ്ധേയമാവുകയാണ്. പ്രകൃതിയിലെ ഇത്തരം അപൂർവ സംഭവങ്ങൾ മനുഷ്യർക്ക് പുതുമയും സന്തോഷവും നൽകുന്നതാണെന്നും പ്രദേശവാസികൾ പറയുന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീരാട്ടത്തിനായുള്ള വ്രതസംഘം മനേക്കരയിലെ മനത്താനത്ത് സങ്കേതത്തിൽ പ്രവേശിച്ചു. VK ദേവദാസ് മൂപ്പന്റെ നേതൃത്വത്തിലുള്ള 11 സംഘമാണ് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി സങ്കേത പ്രവേശനം നടത്തിയത്. ഭക്തജനങ്ങളുടെയും പ്രദേശവാസികളുടെയും സാന്നിധ്യത്തിൽ ചേർന്ന ചടങ്ങിൽ
ആത്മീയഭാവം നിറഞ്ഞതായിരുന്നു. ജൂൺ 5-നാണ് സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കുക. അവിടെ ഇളനീർ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വൈശാഖ മഹോത്സവത്തിൻ്റെ പ്രധാന ഭാഗമായ ഇളനീരേട്ടത്തിന് നേതൃത്വം നൽകും. വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി സംഘം നിശ്ചിത ദിവസങ്ങളോളം കർശനമായ ചിട്ടകളും ആത്മീയാനുഷ്ഠാനങ്ങളും പാലിച്ചായിരിക്കും കഴിയുക. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്ന ആചാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സങ്കേതങ്ങളിൽ തണ്ണീർ കുടിയോടുകൂടിയ വ്രതാരംഭം. തലമുറകളായി തുടരുന്ന ഈ ആചാരം ഭക്തി പാരമ്പര്യത്തിൻ്റെ അപൂർവ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. മനേക്കര മനത്താനത്ത് സങ്കേതം ഇളനീർ സമർപ്പണത്തിനായുള്ള വ്രതപരമ്പരയിൽ നൂറ്റാണ്ടിൻ്റെ നിറവിലെത്തിയിരിക്കുന്നതും ഈ വർഷത്തെ ചടങ്ങുകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ്. പൂർവികർ കൈമാറിയ വിശ്വാസാചാരങ്ങളെ അതേ ഭക്തിയോടും ചിട്ടയോടും കൂടി ഇന്നത്തെ തലമുറ തുടരുന്ന കാഴ്ചയാണ് ഇവിടെ വീണ്ടും സാക്ഷ്യമായത്. സങ്കേതത്തിൽ ഭക്തരെത്തി വ്രതസംഘത്തിന് ആശംസകൾ നേർന്നു. പരമ്പരാഗത ചടങ്ങുകളും പ്രാർത്ഥനകളും തണ്ണീർ കുടിയും നടന്നതോടെ മനത്താനത്ത് സങ്കേതം വീണ്ടും ആത്മീയ ഉണർവിലേക്ക് കടന്നു. തലശ്ശേരി മണ്ണയാട് മഹൽ ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുള്ളാഹി ഇഞ്ഞാരത്ത് ആമുക്ക തങ്ങളുടെ 70ാമത് ആണ്ട് നേർച്ചാ ചടങ്ങുകൾ നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മണ്ണയാട് മഹൽ ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുള്ളാഹി ഇഞ്ഞാരത്ത് ആമുക്ക തങ്ങളുടെ 70ാമത് ആണ്ട് നേർച്ചയാണ് 29-ന് നടക്കുക. ഉച്ചക്ക് 1:30 പള്ളിയങ്കണത്തിൽ മൂസിൻ ബാഗവി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്യും. രാത്രി 8-ന് മതപ്രഭാഷണം നടക്കും. 30-ന് ശനിയാഴ്ച രാത്രി 8-ന് അഹമ്മദ് കബീർ മന്നാനി പ്രഭാഷണം നടത്തും. 31-ന് പകൽ 11-ന് മൗലീദ് പാരായണം നടക്കും. 12:30-ന് സിയാറത്തും കൂട്ടപ്രാർത്ഥനയും സയ്യിദ് മുഹമ്മദ് കോയ ബുഖാരി എടക്കാടിന്റെ നേതൃത്വത്തിൽ നടക്കും. തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്ധന വിലവർദ്ധനവിനെതിരെ ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കണ്ണൂർ RS പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പ്രതിഷേധമിരമ്പി. പെട്രോൾ, ഡീസൽ, CNG വിലവർദ്ധനവ് പിൻവലിക്കുക, പൊതുവാഹനങ്ങൾക്ക് സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU സമരം നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് P. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ഇവിടെ പറഞ്ഞു, ഇപ്പോൾ പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധം ഇന്ത്യ രാജ്യത്തെ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഈടാക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പാകിസ്ഥാനേക്കാളും ബംഗ്ലാദേശിനേക്കാളും ബർമയേക്കാളും അതുപോലുള്ള മറ്റു രാജ്യങ്ങളെക്കാളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ വില വർദ്ധിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ട് അതിന് അടിസ്ഥാനപരമായ കാരണം ഇവിടെ പറഞ്ഞു. 2011 കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ പെട്രോളിന്റെ വില നിയന്ത്രണം എടുത്തു കളയാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോൾ ഇവിടെ വില കൂടും, അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ ഇവിടെ വില കുറയും. കുറഞ്ഞിട്ടുണ്ടോ? അവിടെ 2014 അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില $104 ഉണ്ടായിരുന്നു. $104. ആ $104 സമയത്താണ് 60 രൂപ പെട്രോളിനും 55 രൂപ ഡീസലിനും ഉണ്ടായിരുന്നത്. ആ $104 വിവിധ ഘട്ടങ്ങളിൽ $70 ചുരുങ്ങിയിട്ടുണ്ട്. ആ $70 ചുരുങ്ങിയ സമയത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു 4 പൈസ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമായിട്ടില്ല. MC ഹരിദാസൻ മാസ്റ്റർ അധ്യക്ഷനായി. VK ബാബുരാജ്, K ജയരാജൻ, M ചന്ദ്രൻ, മണിക്കൂത്ത് രവീന്ദ്രൻ, A ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ കൂത്തുപറമ്പിന്റെ നേതൃത്വത്തിൽ SSLC+2 വിജയികൾക്ക് അനുമോദനവും അരുത് ലഹരി എന്ന സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ഈ വർഷത്തെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് കൂത്തുപറമ്പ് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. മികച്ച വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ശങ്കരാചാര്യയുടെ ഉപഹാരം സമ്മാനിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ M ബീന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളം മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ശ്രീ ശങ്കരാചാര്യ, ഇത് പറയാനുള്ള കാരണം
ഞാൻ ഈ കൂത്തുപറമ്പ് വന്നതുകൊണ്ട് മാത്രമല്ല ശ്രീ ശങ്കരാചാര്യ എന്നുള്ള പേര് കേൾക്കുന്നത്. ഒരു 10-25 വർഷം മുന്നേ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുന്ന ഒരു പേര് ശ്രീ ശങ്കരാചാര്യ എന്നാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിൽ മക്കൾക്ക് പഠിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതേപോലെ തന്നെ SLC +2 ഇങ്ങനെ ഉന്നമന വിജയം നേടിയ മക്കൾ, ഉന്നമനം എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് മാത്രമല്ല, ചിലപ്പോൾ 1-2 മാർക്ക് കുറഞ്ഞ മക്കളും ഈ കൂട്ടത്തിൽ ഉണ്ടാകണം. അത് നിങ്ങളുടെ ഒരു കുറവായി മക്കൾ കാണേണ്ടതില്ല. എത്രയോ മാർക്ക് കുറഞ്ഞിട്ടും എത്രയോ ഉന്നതിയിലെത്തിയ മക്കൾ ഇന്ന് നമ്മുടെ ലോകം മുഴുവനുണ്ട്. അതായിരിക്കണം മക്കളുടെ പ്രചോദനം. ഡയറക്ടർ പി ധനേഷ്, അഞ്ജിത, സുധിൽ, രജിത, ശരണ്യ, പ്രവീൺ, അഖിന തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ഷേമ പെൻഷൻ വിതരണം അനാവശ്യമായി വൈകിപ്പിക്കുന്നെന്നാരോപിച്ച് കണ്ണൂരിൽ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കണ്ണൂർ ചിറക്കലിൽ അബദ്ധത്തിൽ കുഴിയിൽ വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിക്ക് രക്ഷകനായി വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് രഞ്ജിത്ത് PP. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനൊപ്പം മലബാറിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് തൊക്കിലങ്ങാടിയിൽ കൂത്തുപറമ്പ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്നദാനം തുടങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.